ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രോബ്ലം സോൾവിംഗ് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൻ സെൽസ് ആർ വർക്കിംഗ് സെൽസ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം തന്നെ ഏതർ സിങ്ക്, കോപ്പർ ഓർ സിൽവർ ഇവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സെൽസാണ്. ആൻഡ് എന്താണ് ഒരു വർക്കിംഗ് സെൽ? ഒരു സെല്ല് വർക്കിംഗ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്: E0 സെൽ ഹാസ് ടു ബി പോസിറ്റീവ്, വിച്ച് മീൻസ് E കാഥോഡ് മൈനസ് E ആനോഡ് ഹാസ് ടു ബി എ പോസിറ്റീവ് വാല്യൂ. ഇങ്ങനെയുള്ളൊരു കണ്ടീഷന് മാത്രമാണ് നമുക്ക് ആ സെല്ല് വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ആ സെല്ല് ഫീസിബിൾ ആയിട്ടുള്ള സെല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. സോ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫീസിബിൾ ആയിട്ടുള്ള സെൽസ് നോക്കണം. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് സെൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ സിങ്ക്, കോപ്പർ ആൻഡ് സിൽവർ ഇത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യലൊക്കെ ഉള്ളതെന്ന്. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസാണ് യൂസ്ഫുൾ ആവുക. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ കേസിൽ നമുക്ക് ഈ 3 എലമെൻറ്റിനെ മാത്രം പൊസിഷൻ ഒന്ന് നോക്കാം. ദാറ്റ് ഈസ്, നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വരുമ്പം ഏറ്റവും ടോപ്പിൽ മോസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള ആളെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, ദാറ്റ് മീൻസ് ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് പൊട്ടൻഷ്യലുള്ള ആളാണ് ഏറ്റവും ടോപ്പിൽ വരിക. സോ ഈ 3 എലമെൻറ്റ്സിന് മാത്രം എഴുതുമ്പം യു വിൽ ഹാവ് സിങ്ക്, കോപ്പർ ആൻഡ് ദെൻ സിൽവർ. ഓക്കെ, ഈ സീരീസിൽ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുക. ഡൗൺ താഴോട്ട് വരുമ്പോഴാണ്. ദാറ്റ് മീൻസ് ഏറ്റവും മുകളിലുള്ളതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ മാക്സിമം ഉള്ളവരായിരിക്കും. ആൻഡ് ഏറ്റവും ബോട്ടമുള്ള ആൾക്കാർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാക്സിമം ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് മാക്സിമം ഉണ്ടാവുക. That means oxidation potential കൂടുമ്പം they should act as anode and get oxidized in a reaction. Reduction potential കൂടുതലുള്ളവർ they should act as cathode and get reduced in a reaction. So നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോക്കുമ്പം സിങ്ക് ആൻഡ് കോപ്പർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെല്ലാണ്. അവിടെ സിങ്ക് ഇസ് ബീങ് ഓക്സിഡൈസ്ഡ് ആൻഡ് കോപ്പർ ഇസ് ബീങ് റെഡ്യൂസ്ഡ്. യെസ്, നമുക്ക് ഈ ഓർഡർ വെച്ച് മനസ്സിലാവും സിങ്ക് ആൻഡ് കോപ്പർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെല്ലിൽ സിങ്ക് ആണ് ഓക്സിഡൈസ് ആവേണ്ടത്. സോ ഓപ്ഷൻ എ എന്നുള്ളത് ഒരു വർക്കിംഗ് ആയിട്ടുള്ള സെല്ലാണ്. നെക്സ്റ്റ്, സിങ്ക് ആൻഡ് കോപ്പർ ഇൻവോൾവ് ചെയ്യുന്ന സെല്ല് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. പക്ഷേ അവിടെ സിങ്ക് ഈസ് റെഡ്യൂസ്ഡ് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് സിങ്ക് ഈസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് ആ ഓപ്ഷൻ കറക്റ്റ് അല്ല. ആൻഡ് ഓപ്ഷൻ സി നോക്കുമ്പം സിൽവർ ആൻഡ് കോപ്പർ ഇൻവോൾവ് ചെയ്യുന്ന സെല്ലാണ്. സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും നമ്മൾ സീരീസിൽ നോക്കുന്ന സമയത്ത് കോപ്പറിനാണ് കൂടുതൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. വിച്ച് മീൻസ് അങ്ങനെ ഒരു റിയാക്ഷൻ വരുന്ന സമയത്ത് കോപ്പറാണ് അവിടെ ഓക്സിഡൈസ് ആവേണ്ടത്. ആൻഡ് ഓപ്ഷൻ സി നോക്കുമ്പം യെസ്, സിൽവറാണ് റെഡ്യൂസ് ആവുന്നത് ആൻഡ് കോപ്പറാണ് ഓക്സിഡൈസ് ആവുന്നത്. ദാറ്റ് മീൻസ് ആ ഓപ്ഷനും കറക്റ്റാണ്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കുമ്പം കോപ്പർ ഈസ് ബീങ് റെഡ്യൂസ്ഡ് ആൻഡ് സിൽവർ ഈസ് ബീങ് ഓക്സിഡൈസ്ഡ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒരിക്കലും നടക്കില്ല. ദാറ്റ് മീൻസ് ഈ ഒരു സെല്ല് വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ആൻഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോപ്പർ ഇൻവോൾവ് ചെയ്യുന്ന 2 സെൽ റിയാക്ഷൻസ് ആൻഡ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസിൽ കോപ്പർ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സെക്കൻഡ് കേസിൽ അഗെയിൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. ഇവിടെ +2 ടു +1 ദെൻ +2 ടു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴുള്ള സെൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. +1 ടു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ നമുക്കറിയാം ഈ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷൻസും
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടും. പക്ഷേ അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവരുടെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെ ഒരു കേസ് വരുമ്പം നമ്മൾ എപ്പോഴും ഡെൽറ്റ ജി കണ്ടുപിടിച്ചിട്ട് വേണം സെൽ പൊട്ടൻഷ്യൽ ഓഫ് തേർഡ് ഇക്വേഷൻ കാണാൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസിൽ നിന്നും എങ്ങനെ ഈ തേർഡ് ഇക്വേഷൻസ് എഴുതിയെടുക്കാൻ നോക്കാം. യുവർ റിക്വയർഡ് ഇക്വേഷൻ ഇസ് Cu plus electron giving Cu. That means Cu plus on left side and Cu on right side വേണം. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് നോക്കുമ്പം ഫസ്റ്റ് ഇക്വേഷനിൽ Cu പ്ലസ് ഉണ്ട്, പക്ഷെ അത് ലെഫ്റ്റ് സൈഡിലാണ്, അത് റൈറ്റ് സൈഡിലാണ്. നമുക്ക് അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ 1 നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് എഴുതണം. ദാറ്റ് ഈസ് യു ആർ ഗോയിങ് ടു റിവേഴ്സ് ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1 റിവേഴ്സ് ചെയ്ത് എഴുതും. യു വിൽ ഹാവ് Cu പ്ലസ് ഗീവിങ് Cu2 പ്ലസ് ഇലക്ട്രോൺ. ഓക്കെ, ഇക്വേഷൻ 2 നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് റിക്വയർഡ് ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് കോപ്പർ ഓൺ റൈറ്റ് സൈഡാണ്. ആൻഡ് ഇക്വേഷൻ 2ൽ യെസ് കോപ്പർ റൈറ്റ് സൈഡിലാണുള്ളത്. സോ അത് അങ്ങനെ തന്നെ എഴുതാം. ഇക്വേഷൻ 2 നമ്മൾ അതുപോലെ തന്നെ എഴുതാൻ പോവാണ്. വിൽ ഹാവ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവിങ് Cu. നൗ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടണം. സോ ആഡ് ചെയ്യുന്ന സമയത്ത് Cu2 പ്ലസ് അത് രണ്ട് സൈഡിലുണ്ട്, കെൻ കട്ട് ഇറ്റ്. ആൻഡ് ദെൻ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ, സോ അതും കട്ടാവും. ആൻഡ് ബാക്കി വരുന്നത് Cu പ്ലസ് ഇലക്ട്രോൺ, ഇവിടെ ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ ഗീവിങ് Cu. യെസ്, ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇക്വേഷൻ്റെയും സെൽ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഡെൽറ്റ ജി വാല്യൂ കാണണം. ഇക്വേഷൻ 1 നമ്മൾ റിവേഴ്സ് ചെയ്തതുകൊണ്ട് തന്നെ ഈ വാല്യൂ അവിടെ മാറും. ദാറ്റ് ഈസ് നമുക്കറിയാം തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ്റെ E1 എന്ന് പറയുന്നത് 0.153 വോൾട്ട് ആയിരുന്നു. പക്ഷേ നമ്മൾ ആ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തതാണ് നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആവും. സോ ഈ വാല്യൂ E1 വിൽ ബി -0.153. ആൻഡ് E2 നമ്മൾ ഇക്വേഷനെ അതേപോലെ തന്നെ എടുത്ത് എഴുതിയതാണ്. സോ അവിടെ ഈ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് 0.337 വോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E3 എന്താണ് എന്നാണ്. നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ഡയറക്റ്റ് അഡീഷൻ ഓഫ് E ഇസ് നോട്ട് അലൗഡ്. ഡയറക്റ്റ് അഡീഷൻ ഓഫ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ ജി യൂസ് ചെയ്യും. സോ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ് എങ്ങനെ ഈ വാല്യൂ വെച്ചൊരു ഡെൽറ്റ ജി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നമുക്കൊന്നും കൂടി എഴുതാം. ദാറ്റ് ഈസ് 2 സെൽ പൊട്ടൻഷ്യൽ വാല്യൂ വെച്ചിട്ട് ഒരു തേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ വിൽ യൂസ് ദിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ G3 ഇസ് ഈക്വൽ ടു ഡെൽറ്റ G1 പ്ലസ് ഡെൽറ്റ G2. ആൻഡ് നമ്മൾ എഴുതിയതാണ് ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമുക്കറിയാം -NFE സെല്ലാണ്. ഓക്കെ, ആൻഡ് ഇതിൽ കോമൺ ഫാക്ടറായിട്ട് വരുന്നത് നെഗറ്റീവ് ആൻഡ് ഫാരഡേ. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് N3E3 is equal to N1E1 plus N2E2. ഓക്കെ, ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് അറിയാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് N3 എന്ന് പറയുമ്പം തേർഡ് ഇക്വേഷനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് 1 ഇലക്ട്രോൺ. സോ 1 into E3 will be E3. Then first equation number of electrons, that is 1 electron. 1 into cell potential value -0.153 ആണ്. നമ്മുടെ സെല്ല് നമുക്ക് റിക്വയർ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഇക്വേഷൻസിന് എഴുതിയത് അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് E1 മൈനസ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. -0.153 plus second equation number of electrons is 2 electrons. So 2 into E2 value വരുന്നത് 0.337 വോൾട്ട്. ആൻഡ് ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.521 വോൾട്ടാണ്. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദിസ് വിൽ ബി ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Third question.
Determine the standard equilibrium constant of the following reaction at 298 Kelvin. അയോൺ ആൻഡ് ടിൻ ഇൻവോൾവ് ചെയ്യുന്നൊരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ യൂഷ്വലി നമ്മൾ നേൺസ്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യാറ്. നേൺസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. സോ യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്ത എലമെൻസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും കൂടി തരാറുണ്ട്. സോ നമുക്ക് ആ ഡാറ്റ ഒന്ന് എഴുതാം. നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യും യൂഷ്വലി. സോ ഈ ഡാറ്റ കൂടി ക്വസ്റ്റ്യൻ്റെ പാർട്ടാണെന്ന് കണ്ടിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോ ഈ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ Fe3+ എന്നുള്ളതും Fe2+ ആവാണ്. ദാറ്റ് മീൻസ് അവിടെ നടക്കുന്നത് ഒരു റിഡക്ഷൻ പ്രോസസ്സാണ്. വിച്ച് മീൻസ് ദിസ് ഇസ് റിഡക്ഷൻ പ്രോസസ് ആൻഡ് സോ അയോൺ ആണ് ഇവിടെ വരുന്ന കാഥോഡ്. റിഡക്ഷൻ നടക്കുന്നതാണ് കാഥോഡ്. സോ അയോൺ വിൽ ബി കാഥോഡ്. ആൻഡ് ടിൻ is oxidizing from +2 to +4 oxidation state. So tin ആണ് ഇവിടെ ആനോഡ്. നമ്മൾ എന്തിനാണ് ആനോഡും കാഥോഡും കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണണമെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ ആവശ്യമാണ്. സോ ഈ തന്നിരിക്കുന്ന 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് സെൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതായിരിക്കും. ദാറ്റ് ഈസ് E0 സെൽ വിൽ ബി ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. സോ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് കാഥോഡ് ഏതാണ് ആനോഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇക്വേഷനിൽ നിന്നും റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ നടക്കുന്ന സ്പീഷീസിനെ കണ്ടുപിടിച്ചത്. നോ കാഥോഡ് നടക്കുന്നത് അയോണിനാണ്. സോ അയോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. സോ മേക്ക് ഷുവർ നമുക്ക് തന്നിട്ടുള്ളത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. കാരണം ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം ഇത് രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലാണ്. സോ തന്നിരിക്കുന്നതും റിഡക്ഷൻ പൊട്ടൻഷ്യലാണെന്ന് ഉറപ്പ് വരുത്തണം. സോ എഫിൻ്റെ കേസിൽ നോക്കുമ്പം +3 to +2 യെസ് തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അഗെയിൻ പക്ഷേ ടിന്നിൻ്റെ കേസിൽ നോക്കുമ്പം +2 to +4 ഓക്സിഡേഷനാണ്. വിച്ച് മീൻസ് ഈ തന്നിരിക്കുന്നത് ഒരു ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. നമ്മളതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ട് കൺവേർട്ട് ചെയ്യണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വിൽ ബി പോസിറ്റീവ് ഓഫ് ദാറ്റ് ഈസ് 0.15 വോൾട്ട് ആയിരിക്കും അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. സോ അതെപ്പോഴും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ദിസ് ഇസ് എ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എഴുതാം കാഥോഡ് ഈസ് അയോൺ. അയോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0.771 ആണ്. മൈനസ് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഈസ് പോസിറ്റീവ് വാല്യൂ ആണ് 0.15. ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.621 വോൾട്ടാണ്. അതാണ് സെൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT/NF എന്നത് ടെമ്പറേച്ചർ 298 കെൽവിൻ ആകുമ്പോൾ നമുക്കതിന് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം 0.0591/N log Q. നോ അറ്റ് ഇക്വിലിബ്രിയം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ അറ്റ് ഇക്വിലിബ്രിയം നമുക്കറിയാം ഈ സെൽ എന്നുള്ളത് 0 ആയിട്ട് മാറും. ആൻഡ് അതുപോലെ Q എന്ന വാല്യൂ K ഇക്വിലിബ്രിയം ആയിട്ട് മാറും. സോ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പം യു ഗെറ്റ് ഈ സെൽ 0 ആയി കഴിഞ്ഞാൽ E0 സെല്ലിനെ നമുക്ക് അവിടെ വെച്ചിട്ട് ഈ ബാക്കിയുള്ള നെഗറ്റീവ് ടേമിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് ഇങ്ങനെയായിരിക്കും. E0 സെൽ വിൽ ബി ഈക്വൽ ടു 0.0591/N log K ഇക്വിലിബ്രിയം. ആൻഡ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് log of K ഇക്വിലിബ്രിയം ആയതുകൊണ്ട് അതിനൊരു സൈഡിൽ വെച്ച് ബാക്കിയുള്ള ടേംസിനെ നമുക്ക് മാറ്റാം. log K ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു E0 സെല്ലിൻ്റെ വാല്യൂ എന്താ നമുക്കത് കിട്ടിയത് 0.621 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് എത്ര നോക്കണം. ദാറ്റ് ഈസ് ഈ ഒരു റിയാക്ഷൻ നോക്കുന്ന സമയത്ത് അയോൺ ഇവിടെ ഓക്സിഡൈസ് ആവാനും റെഡ്യൂസ് ആവാനും +3 to +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് 1 ഇലക്ട്രോൺ ആണ്. പക്ഷേ ഇവിടെ 2 moles ഓഫ് Fe ഉള്ളതുകൊണ്ട് 1 × 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ആവും. അതുപോലെ തന്നെ ടിന്നിൻ്റെ കേസിൽ +2 to +4 ആണ് ഓക്സിഡൈസ് ആവുന്നത്.
അഗെയിൻ അവിടെയും 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്, വിച്ച് മീൻസ് അവർ എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ 0.621 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.0591. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ഇതാണ് 21.02. ആൻഡ് ഇനി കെ ഇക്വിലിബ്രിയം കിട്ടണമെങ്കിൽ ഈ വാല്യൂവിൻ്റെ ആൻറ്റിലോഗ് എടുക്കണം, വിച്ച് ഇസ് ആക്ച്വലി 10⁻21.02. ഓക്കെ, ഓപ്ഷൻസ് നോക്കുമ്പം നമുക്കിവിടെ പവേഴ്സിലാണ് ഓപ്ഷൻ ഉള്ളത്. സോ ഓപ്ഷൻ ബി 10⁻21 ആണ് ക്ലോസസ്റ്റ് ആൻസർ. സോ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻21. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A zinc rod is dipped in 0.1 molar solution of zinc sulfate. The salt is 95% dissociated at this dilution at 298 Kelvin. Calculate the electrode potential. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ സിങ്ക് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സിംപ്ലി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ദാറ്റ് മീൻസ് E0 സെൽ തന്നിട്ട് ഈ സെല്ലാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അഗെയിൻ നോൺസ്റ്റ് ഇക്വേഷൻ ആണ്. നമുക്കതൊന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 298 കെൽവിൻ ആയതുകൊണ്ട് 0.0591/n ലോഗ്. ഇവിടെ നമുക്ക് ഏത് ടേം ആണ് ലോഗിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുമ്പം അവിടെ നമ്മളോട് കോൺസെൻട്രേഷൻ ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കോൺസെൻട്രേഷൻ ടേം ആയിരിക്കും ഇവിടെ വരാം. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഏതൊക്കെ ടേംസ് ആണോ പ്രൊഡക്റ്റിൽ വരുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. സോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? തന്നിരിക്കുന്നത് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. സോ നമുക്ക് സിങ്കിനെ കാഥോഡായിട്ട് അസ്യൂം ചെയ്തിട്ട് സിങ്കിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതാം. ദാറ്റ് വിൽ ബി സിങ്ക് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. സോ ഇങ്ങനെയുള്ളൊരു സമയത്ത് സിങ്ക് 2+ എന്നുള്ളത് അക്വസ് മീഡിയത്തിലായിരിക്കും ആൻഡ് സിങ്ക് ആയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് സോളിഡ് ആയിരിക്കും. സോ കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ നോക്കി കഴിയുമ്പം പ്രോഡക്റ്റ് റീജിയനിൽ അവിടെ സൊല്യൂഷനിൽ വരുന്ന ഒരു സ്പീഷീസും ഇല്ല, വിച്ച് മീൻസ് അവിടെ കോൺസെൻട്രേഷൻ ടേം നമുക്ക് എഴുതാനില്ല. ബട്ട് റിയാക്റ്റൻറ്റിൽ വരുമ്പം സിങ്ക് 2+ ആണ് അവിടെ അക്വസ് സൊല്യൂഷനിലുള്ളത്. സോ സിങ്ക് 2+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എഴുതാം. ഓക്കെ, ഈ സെല്ലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് -0.761 -0.761 -0.0591/n. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നത് 2 ആണ്. സോ ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് സൈഡ് നമുക്ക് കോൺസെൻട്രേഷൻ ടേംസ് എഴുതാൻ പറ്റിയൊന്നും കാണുന്നില്ല. സോ യു റൈറ്റ് ഇറ്റ് ആസ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ദാറ്റ് വിൽ ബി സിങ്ക് 2+ അവിടെ അക്വസ് സൊല്യൂഷനിൽ നിൽക്കുന്നുണ്ട്. സോ സിങ്ക് 2+ൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും അവിടെ വരാം. സിങ്ക് 2+. സിങ്ക് 2+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 മോളാർ ആണ്. പക്ഷേ ദ സോൾട്ട് ഈസ് ഓൺലി 95% ഡിസോസിയേറ്റഡ്. ദാറ്റ് മീൻസ് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനിൽ 95% മാത്രമേ നമ്മുടെ സോൾട്ടായിട്ട് നിൽക്കുന്നുള്ളൂ. സോ സിങ്കിൻ്റെ Zn2+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 95%. ദാറ്റ് ഈസ് concentration of Zn2+ will only be 95% of concentration of zinc sulfate. കാരണം ആ സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളി സിങ്ക് 2+ ആൻഡ് SO4 2- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല, 95% മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഇത് കണ്ടുപിടിക്കാൻ 95/100 ഇൻറ്റു 0.1 ദാറ്റ് വിൽ ബി 0.095 മോളാർ. ഇനി ആ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. വിൽ ഹാവ് -0.761 -0.0591/2 log 1/0.095. സോ ന്യൂമറിക്കലി നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് -0.791
വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോൾ -0.79 എന്ന ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. Find KSP solubility product of AgCl given cell potential for silver is 0.8 and the cell potential for AgCl reaction is 0.22 volt. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് KSP ഓഫ് സിൽവർ ക്ലോറൈഡ് ആണ്. ആൻഡ് നമുക്കറിയാം KSP നമുക്ക് കണ്ടുപിടിക്കുക യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇസ് നോൺസ്റ്റ് ഇക്വേഷൻ. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് റിക്വയർ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ്ലി വാട്ട് ഇസ് KSP? KSPൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. KSP വിൽ ബി ഈക്വൽ ടു AgCl ആണ് ചോദിച്ചത്. സോ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസിൻ്റെ പ്രൊഡക്റ്റാണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. അതാണ് KSPൻ്റെ വാല്യൂ വരിക. നോ നമുക്ക് ഈ രണ്ട് അയോൺസിനെയും കിട്ടണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ആയിരിക്കും വേണ്ടി വരിക? നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഇതാണ്. AgCl എന്നുള്ളത് Ag പ്ലസ് Cl മൈനസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു സിമ്പിൾ ഇക്വേഷൻ നമുക്ക് വേണ്ടത്. പക്ഷെ തന്നിരിക്കുന്ന സെൽ പൊട്ടൻഷ്യൽ വാല്യൂസ്, അതായത് ആനോഡ് ആൻഡ് കാഥോഡിൻ്റെ റിയാക്ഷൻസ് നമുക്ക് ഇത് വെച്ചിട്ട് എഴുതണം. സോ ആനോഡ് റിയാക്ഷൻ ആൻഡ് കാഥോഡ് റിയാക്ഷൻ എഴുതി നോക്കാം. കമ്പാരിറ്റീവ്ലി സെൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾ ദാറ്റ് ഈസ് 0.8 വോൾട്ട്. ഇതായിരിക്കും ഇവിടുത്തെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി ആനോഡ്. ഓക്കെ, കാഥോഡ് റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. ഇറ്റ് വിൽ ബി Ag പ്ലസ് എന്നുള്ളത് Ag ആയിട്ട് റെഡ്യൂസ് ആവാണ്. സോ Ag പ്ലസ് ആൻ ഇലക്ട്രോൺ വിൽ ഗീവ് Ag. അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സിൽവർ ക്ലോറൈഡ് എന്നുള്ളത് Cl മൈനസ് ആൻഡ് Ag ആയിട്ട് മാറുന്നൊരു റിയാക്ഷനാണ്. സോ യൂഷ്വലി ഇങ്ങനൊരു സ്റ്റേം കണ്ട് നമ്മൾ കൺഫ്യൂസ് ആയി പോകും. ഈ ടേം ഞാൻ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? E0 ഓഫ് Cl മൈനസ് ബാർ AgCl ബാർ Ag. ഇതിൻ്റെ റിയാക്ഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് AgCl എന്നുള്ളത് Ag ആൻഡ് Cl മൈനസ് ആയിട്ട് മാറും. ദിസ് ഇസ് ഹൗ യു റൈറ്റ് ദി റിയാക്ഷൻ. നമുക്കതൊന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് AgCl ഷുഡ് ഗീവ് യു Ag പ്ലസ് Cl മൈനസ്. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ബാലൻസ്ഡ് അല്ല. കാരണം AgCl Agൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് +1 ആൻഡ് Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ആൻഡ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ Agൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് 0 ആൻഡ് Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഗെയിൻ -1 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുമ്പോൾ നെറ്റ് ചാർജ് 0 ആണ് ഓൺ ലെഫ്റ്റ് സൈഡ്. പക്ഷേ റൈറ്റ് സൈഡ് നെറ്റ് ചാർജ് 1 ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് നമ്മളൊരു ഇലക്ട്രോണും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സോ പ്ലസ് എൻ ഇലക്ട്രോൺ. അപ്പോഴാണ് ഇപ്പം ബാലൻസ് ആയിരിക്കുന്നത്. ആൻഡ് ഈ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടാൻ നോക്കണം. ഓക്കെ, നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് വേണ്ടത്. AgCl എന്നുള്ളത് നമുക്ക് റൈറ്റ് സൈഡിൽ വേണം. Ag പ്ലസ് ആൻഡ് Cl മൈനസ് AgCl എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ വേണം. ആൻഡ് Ag പ്ലസ് ആൻഡ് Cl മൈനസ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ വേണം. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പം നമുക്ക് അതിൽ Ag പ്ലസ് ഉണ്ട്. ആൻഡ് ആ Ag പ്ലസ് പക്ഷേ ആസ് ഓഫ് നൗ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഈ ഒരു ഇക്വേഷന് നമുക്ക് തൽക്കാലം നമ്പർ 1 എന്ന് കൊടുക്കാം. ആൻഡ് ദിസ് വിൽ ബി ഇക്വേഷൻ 2. നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷന് റിവേഴ്സ് ചെയ്യാം. ദാറ്റ് ഈസ് യു ആർ ഗോയിങ് ടു റിവേഴ്സ് ഇക്വേഷൻ 1 ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് Ag ഗീവിങ് Ag പ്ലസ് ഇലക്ട്രോൺ. നമ്മൾ എന്തിനാണ് റിവേഴ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻ കിട്ടണം. അതിനാണ്. സോ ഇനി നമുക്ക് വേണ്ടത് AgCl ഓൺ ലെഫ്റ്റ് സൈഡാണ്. സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ യെസ് AgCl ലെഫ്റ്റ് സൈഡ് തന്നെയാണുള്ളത്. സോ ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഇസ് ഇക്വേഷൻ 2 നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതും. AgCl പ്ലസ് an ഇലക്ട്രോൺ ഗീവിങ് Ag പ്ലസ് Cl മൈനസ്. ഇനി ഇക്വേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. കോമൺ ടേംസ് കട്ട് ചെയ്യാം. ദാറ്റ് ഇസ് Ag ഓൺ ബോത്ത് സൈഡ്സ് കട്ട് ചെയ്യാം. ആൻഡ് ഇലക്ട്രോൺ ഓൺ ബോത്ത് സൈഡ്സ് കട്ട് ചെയ്യാം. ബാക്കി വരുന്നത് AgCl ഗീവിങ് Ag പ്ലസ് Cl മൈനസ്. ആൻഡ് ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ,
നമ്മളിങ്ങനെ തന്നിരിക്കുന്ന സെൽ പൊട്ടൻഷ്യൽ വാല്യൂസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് രണ്ടും ആഡ് ചെയ്താൽ എങ്ങനെ നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ കിട്ടാൻ നോക്കണം. സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് അധികം ക്വസ്റ്റ്യനും ആവശ്യം വരും, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവരുടെയൊക്കെ കറസ്പോണ്ടിങ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂസ് എഴുതി നോക്കാം. സിൽവർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0 ആവാൻ വേണ്ട വാല്യൂ ഇസ് 0.8. പക്ഷേ ഇവിടെ നമ്മുടെ റിയാക്ഷൻ അതിൻ്റെ റിവേഴ്സാണ്, അതായത് 0 to +1 ആണ്. സോ തന്നിരിക്കുന്നതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ. ഈ 0 വിൽ ബി -0.8. സെക്കൻഡ് കേസിൽ ക്വസ്റ്റ്യൻ തന്നതുപോലെ തന്നെയാണ് നമുക്ക് വരിക. ദാറ്റ് ഈസ് ഈ 0 വാല്യൂ വിൽ ബി 0.22 വോൾട്ട്. ആൻഡ് ഫൈനലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയത് സെയിം ആണ്. ദാറ്റ് മീൻസ് രണ്ട് കേസിലും 1 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ആൻഡ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് ഡയറക്റ്റ്ലി എഴുതാം, ഡയറക്റ്റ്ലി ആഡ് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ E0 വാല്യൂ എന്നുള്ളത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇവിടെ ഡെൽറ്റ ജിൻ്റെ ആവശ്യം വരുന്നില്ല, ഡെൽറ്റ ജി വെച്ച് ചെയ്താലും സെയിം ആൻസറാണ് കിട്ടുക. പക്ഷേ കണ്ടീഷൻ ഇതാണ്, രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടൊരു തേർഡ് ഇക്വേഷൻ്റെ സെൽ പൊട്ടൻഷ്യൽ കാണണമെന്നുണ്ടെങ്കിലും ആ ഫസ്റ്റ് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടുകയും വേണം. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആവണം. അങ്ങനത്തെ ഉള്ള കേസിൽ നമുക്ക് ഡയറക്റ്റ് അഡീഷൻ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ആൻസർ വിൽ ബി -0.58 വോൾട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സെൽ പൊട്ടൻഷ്യൽ വാല്യൂ. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് KSP കാണാൻ വേണ്ടിയിട്ടാണ്. സോ KSP എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് Ag + × Cl- എന്ന് നമുക്കറിയാം. ആൻഡ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് Nernst ഇക്വേഷൻ ആണ്. സോ Nernst ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് ഈ സെല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ബാക്കിയുള്ളത് എഴുതുമ്പോൾ യു വിൽ ഹാവ് E0 സെൽ ഇസ് ഈക്വൽ ടു -0.0591 മൈനസ് ഉണ്ടാവില്ല ബൈ n log KSP. നമുക്ക് ആവശ്യമുള്ളത് KSPൻ്റെ വാല്യൂ ആണ്. സോ log KSP ഇസ് ഈക്വൽ ടു E0 സെൽ ഇൻറ്റു n by 0.0591. That is E0 സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് -0.58 -0.58 ഇൻറ്റു n. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് രണ്ട് കേസിലും ഇറ്റ്സ് 1 ഇലക്ട്രോൺ. സോ 1 ഡിവൈഡഡ് ബൈ 0.0591. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി -9.814. പക്ഷേ നമുക്ക് വേണ്ടത് KSPൻ്റെ വാല്യൂ ആണ്. സോ ഇറ്റ് വിൽ ബി ആൻറ്റി ലോഗ് ഓഫ് ദിസ് വാല്യൂ, ദാറ്റ് ഇസ് 10⁻⁻⁹ -9.814 ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ആൻസർ വരുന്നത് ഇതാണ് 1.53 ഇൻറ്റു 10⁻⁻10. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് 1.5 ഇൻറ്റു 10⁻⁻10 ഓപ്ഷനിലുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ഗിവൻ ബിലോ ഡിസൈഡ് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂസ് ഫോർ വേരിയസ് സെൽസ് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഫസ്റ്റ്ലി അയേൺ ഇൻവോൾവ് ചെയ്യുന്നൊരു സെൽ, ദെൻ കോപ്പർ, ദെൻ സിൽവർ. ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ദറ്റ് ഈസ് ഓപ്ഷൻ എ, കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് അയേൺ ഫ്രം FeSO4 സൊല്യൂഷൻ. സോ ഫസ്റ്റ്ലി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഒരു എലമെൻറ്റിന് വേറൊരു എലമെൻറ്റിന് അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുക. ഒരു കോപ്പർ ആസ് എൻ എലമെൻ്റായി നിൽക്കുമ്പം അത് Cu സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ കോപ്പർ സൊല്യൂഷനിലാവുമ്പം സൊല്യൂഷൻ ആകുമ്പോൾ അതിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സപ്പോസ് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരും. ദാറ്റ് മീൻസ് സൊല്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഓക്സിഡൈസ് ആവുക. ഇൻ സൊല്യൂഷൻ എലമെൻറ്റ്സ് വിൽ ബി ഇൻ ഓക്സിഡൈസ്ഡ് ഫോം. സോ ഏതിനായിരിക്കും കൂടുതൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അവർക്കായിരിക്കും കൂടുതൽ സൊല്യൂഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, സോ അഗെയിൻ ഇവിടുത്തെ തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, എല്ലാത്തിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ആൾക്കായിരിക്കും ഓക്സിഡേഷൻ ടെൻഡൻസി ഏറ്റവും കൂടുതലുണ്ടാവുക. ഓക്കെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ആൾക്കായിരിക്കും
ഓക്സിഡൈസിങ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഓക്സിഡൈസ് ആവാനുള്ള എബിലിറ്റി, ഓക്സിഡേഷൻ സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുണ്ടാവുക. സോ അവരായിരിക്കും സൊല്യൂഷനിലേക്ക് പോവുക. therefore will go into solution. So ഓപ്ഷൻ എയിൽ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് അയൺ ഫ്രം FeSO4 സൊല്യൂഷൻ. അങ്ങനെ കോപ്പർ അയൺ ഡിസ്പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പറിനായിരിക്കണം കൂടുതൽ ഓക്സിഡൈസിങ് പവർ, അല്ലെങ്കിൽ അയൺ ആൻഡ് കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കുമ്പോൾ അയണിനായിരിക്കണം കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവേണ്ടത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് അയണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്, ദാറ്റ് ഇസ് വെരി ലോ വാല്യൂ, ആൻഡ് കോപ്പർ അതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട്. വിച്ച് മീൻസ് അയൺ ഹാസ് ബെറ്റർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. സോ അയണിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഒരിക്കലും കോപ്പറിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോപ്പർ ആൻഡ് അയൺ ഉള്ള സമയത്ത് അയണിനാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. therefore iron will stay in solution. therefore iron will stay in solution and കോപ്പറിന് ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ എ എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ ബി, അയൺ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. യെസ്, ഈ പറഞ്ഞ പോലെ അയണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് തന്നെ അയണിന് ഓക്സിഡൈസ് ആവാനുള്ള എബിലിറ്റി കൂടുതലാണ്. ദാറ്റ് മീൻസ് അവർക്ക് സൊല്യൂഷനിലേക്ക് പോകാനുള്ള എബിലിറ്റി കോപ്പറിനേക്കാളും കൂടുതലുണ്ട്. therefore ഒരു കോപ്പറിൻ്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അയൺ ആ സൊല്യൂഷനിലേക്ക് പോയിട്ട് കോപ്പർ ആ സൊല്യൂഷനിൽ നിന്ന് മാറി ഡിപ്പോസിറ്റ് ആവാണ് ചെയ്യാം. സോ ഓപ്ഷൻ ബി എന്നുള്ളത് കറക്റ്റാണ്. ഓപ്ഷൻ സി, സിൽവർ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ നമ്മൾ കോപ്പർ ആൻഡ് സിൽവറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ? സിൽവറിനാണ് കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. വിച്ച് മീൻസ് കോപ്പറിനാണ് കൂടുതൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡൈസ് ആവാൻ എബിലിറ്റി ഉള്ളത്. കോപ്പറിനാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. therefore കോപ്പർ ആയിരിക്കും ഇൻ സൊല്യൂഷനിൽ ഉണ്ടാവുക. ഇപ്പോൾ തന്നിരിക്കുന്നത് സിൽവർ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നാണ്. ദാറ്റ് മീൻസ് സിൽവർ സൊല്യൂഷനിലേക്ക് പോയിട്ട് കോപ്പർ അവിടുന്ന് ഡിസ്പ്ലേസ് ആവണം എന്നുള്ളത്. അങ്ങനെ നടക്കില്ല, ബിക്കോസ് കോപ്പർ ആയിരിക്കും സൊല്യൂഷനിൽ നിൽക്കുക. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. നൗ അയൺ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം AgNO3. നമ്മൾ ദിസ് വാസ് കേസ് 1, കേസ് 2. അയൺ ആൻഡ് സിൽവർ വരുന്ന സമയത്ത് അഗെയിൻ നോക്കുമ്പം സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. വിച്ച് മീൻസ് അയണിനാണ് ഓക്സിഡേഷൻ കൂടുതലുള്ളത്. സോ അയൺ ആയിരിക്കും ഇൻ സൊല്യൂഷനിൽ നിൽക്കുക. അയൺ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം AgNO3 സൊല്യൂഷൻ എന്നുള്ളത് ശരിയാണ്. അയണിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുകൊണ്ട് തന്നെ സൊല്യൂഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. സോ അത് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, സോ അതൊരു കറക്റ്റ് ഓപ്ഷനാണ്. ഇതൊരു MSQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ഓപ്ഷൻസ് എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 7th question. Delta H for the reaction is 1280 calories at 25 degrees Celsius. This reaction can be constructed in a cell for which the EMF equals 0.0455 volt at this temperature. Calculate the temperature coefficient. സോ നമുക്കിവിടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ആൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് വാല്യൂ ആണ്. സോ നമുക്കിതിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്. is equal to NF into T into dou E by dou T at constant pressure, which is our temperature coefficient, minus E0 cell, minus E cell. Okay. So delta Hൻ്റെ വാല്യൂ നമുക്കറിയാം 1280 calories ആണ്. തന്നിരിക്കുന്ന ഡാറ്റ നമുക്കൊന്ന് മാറ്റി എഴുതാം. That is delta Hൻ്റെ വാല്യൂ is 1280 calories. പക്ഷേ കാലറീസ് നമുക്ക് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം, കാരണം ബാക്കി എല്ലാം SI യൂണിറ്റിലേക്കാണ്. ആ കൺവേർഷൻ ഇങ്ങനെയാണ്. കാലറീസ് ടു ജൂൾ കൺവേർഷൻ യു റിക്വയർ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1.98. സോ 1 calorie is equal to 1.98 joules. So convert it, then it will be equal to 1280 into 1.98 is 5376 joules. അതാണ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വരിക. ആൻഡ് ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്.
25 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 298 കെൽവിൻ. ആൻഡ് ദെൻ ഇ എം എഫ് തന്നിട്ടുണ്ട്. സോ ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ വാല്യൂ ദാറ്റ് ഇസ് 0.0455 വോൾട്ട്. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിരിക്കും നമ്മൾ കാണണം എന്നിൻ്റെ വാല്യൂ. സോ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ ഇനീഷ്യലി ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറാണ്. ആൻഡ് മെർക്കുറീൻ്റെ കേസിൽ നമുക്കറിയാം മെർക്കുറി ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആൻഡ് അത് റെഡ്യൂസ് ആയിട്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു, വിച്ച് മീൻസ് അവർ എൻ വാല്യൂ ഈസ് 1. ഓക്കെ, എനിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. ദിസ് ഈസ് ഈക്വൽ ടു 1, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇസ് 5376 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 1, സോ ഫാരഡേ ഇസ് 96500 ഇൻറ്റു ടെമ്പറേച്ചർ ഇസ് 298 ഇൻറ്റു ഈ വാല്യൂ നമ്മൾ കാണണം മൈനസ് ഈ സെല്ലിൻ്റെ വാല്യൂ 0.0455. ഓക്കെ, സോ ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിൽ ടേക്ക് ബാക്കിയുള്ള ടേംസിന് നമുക്ക് മാറ്റി വെക്കാം. യു വിൽ ഹാവ് 5376, ഇത് ഇവിടേക്ക് ഡിവൈഡ് ആവും. വിൽ ഹാവ് 96500. ഇവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ടേം ഇവിടേക്ക് ആഡ് ആവും, പ്ലസ് 0.0455 will be equal to 298x, and so that will be 0.1012 equals 298 into x. x ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ 0.1012 divided by 298, and your answer will be 3.39 into 10⁻⁻4. ചോദിച്ചിരിക്കുന്ന വാല്യൂ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിൻ്റെതാണ്. സോ അതിൻ്റെ യൂണിറ്റ് വരിക വോൾട്ട് പെർ ഡിഗ്രി ആയിരിക്കും, ഓർ വോൾട്ട് പെർ കെൽവിൻ, ബോത്ത് ആർ റൈറ്റ്. പെർ ഡിഗ്രി ആൻഡ് പെർ കെൽവിൻ എന്ന യൂണിറ്റ്സ് തമ്മിൽ ഡിഫറൻസ് ഇല്ല, ദേ ആർ ബോത്ത് ദ സെയിം. സോ ഓപ്ഷൻസ് നോക്കുമ്പം 3.39 ഇൻറ്റു 10⁻⁻4 ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ല, -4. ഓപ്ഷൻ എ ആണ് ദ ക്ലോസസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് 3.3 ഇൻറ്റു 10⁻⁻4 വോൾട്ട് പെർ ഡിഗ്രി, ആൻഡ് ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question 8. Silver is electro-deposited on a metallic vessel of surface area 800 cm² by passing a current of 0.2 ampere for 3 hours. Calculate the thickness of silver deposited. Given the density of silver as 10.47 gram per cc and atomic weight of silver is 107.92 AMU. So, ഇത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് തിക്നെസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് അറിയാം ഫാരഡേസ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സിൽവറിൻ്റെ മാസ് ആയിരിക്കും. സോ മാസ് വെച്ചിട്ട് എങ്ങനെ തിക്നെസ് കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് എക്സ്ട്രാ ഡാറ്റ തന്നിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ ഒന്ന് ആദ്യം എഴുതാം. സോ ഫസ്റ്റ്ലി സർഫസ് ഏരിയ എന്ന് പറയുന്നത് 800 cm² ആണ്. Then current is 0.2 amperes. Time was 3 hours. 3 hour എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡിലാണ് വേണ്ടത്. സോ 3 hours is equal to 3 into 60 into 60. അത്രയ്ക്ക് സെക്കൻഡ്സ് ആണ് എഴുതേണ്ടത്. 3 into 60 minutes into 60 seconds. ഓക്കെ, ആൻഡ് ദെൻ കണ്ടുപിടിക്കേണ്ടത് തിക്നെസ് ആണ്. ബാക്കി ഡാറ്റ ഇസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഡി ഇസ് 10.47 ആൻഡ് മോളാർ മാസ് ഓഫ് സിൽവർ ഇസ് 1. അറ്റോമിക് മാസ് ആണ്, ദാറ്റ് ഇസ് 107.92. സോ മോളാർ മാസ് വിൽ ബി 107.92 grams. നൗ ആദ്യം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മാസ് കണ്ടുപിടിക്കാം. ആൻഡ് മാസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഡെൻസിറ്റി അറിയാവുന്നതുകൊണ്ട് മാസ് ബൈ ഡെൻസിറ്റി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ആൻഡ് അഗെയിൻ ഏരിയ അറിയാവുന്നതുകൊണ്ട്
വോളിയം ബൈ ഏരിയ തിക്നെസ്സും കാണാൻ പറ്റും. സോ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഇക്വേഷൻസ് ആണ്. ബട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. സോ ഫസ്റ്റ്ലി നമുക്ക് ഫാരഡേസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് മാസ് ഡെപ്പോസിറ്റഡ് വിൽ ബി ഈക്വൽ ടു MIT by NF. ഓക്കെ, ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. W is equal to ZIT എന്ന്. ആൻഡ് ഇതിൽ സെഡിൻ്റെ വാല്യൂ ആണ് M/NF. സോ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കേണ്ടി വരില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എല്ലായിടത്തും ചെയ്യാം. സോ വെയിറ്റ് നമുക്ക് കിട്ടണം. സോ വെയിറ്റ് വിൽ ബി ഈക്വൽ ടു മോളാർ മാസ് ദാറ്റ് ഈസ് 107.92 ഇൻറ്റു കറണ്ട് പാസ് ചെയ്തത് 0.2 ആംബിയേഴ്സ് ആണ്. ടൈം ഈസ് 3 × 60 × 60 seconds ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്. ഇപ്പോൾ സിൽവർ ആയതുകൊണ്ട് Ag പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. സോ ദാറ്റ് ഈസ് 1 × ഫാരഡേ 96500 കൂളംസ് ആയിരിക്കും. ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 2.416 grams ആണ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വെയിറ്റ്. നോ ഫ്രം വെയിറ്റ് നമുക്ക് ഡെൻസിറ്റി അറിയുന്നതുകൊണ്ട് വോളിയം കാണാം. ആൻഡ് ഫ്രം വോളിയം നമ്മൾ തിക്നെസ് കാണും. സോ വോളിയം ഇസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ആൻഡ് വോളിയം കിട്ടിക്കഴിഞ്ഞാൽ തിക്നെസ് വിൽ ബി വോളിയം ബൈ ഏരിയ ഗിവൻ. ഓക്കെ, നമുക്കിനി സോൾവ് ചെയ്യാം. മാസ് നമുക്ക് കിട്ടിയ ആൻസറാണ് 2.416. ഡെൻസിറ്റി ഇസ് ഗിവൻ ദാറ്റ് ഈസ് 10.47. യൂണിറ്റ്സ് എഴുതി നോക്കാം. ദിസ് ഇസ് ഗ്രാം ആൻഡ് ദിസ് ഇസ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.23 ആണ്. ആൻഡ് വോളിയം യൂണിറ്റ് വിൽ ബി സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി തിക്നെസ് കാണാൻ വേണ്ടത് വോളിയം ആൻഡ് ഏരിയ ആണ്. വോളിയം 0.23 സെൻറ്റിമീറ്റർ ക്യൂബ് ആൻഡ് ഏരിയ എന്താണ് തന്നിരിക്കുന്നത് 800 cm². സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.875 × 10⁻⁻⁴ സെൻറ്റിമീറ്റർ എന്നാണ്. സെൻറ്റിമീറ്റർ ടേംസിലാണ് ആൻസർ കിട്ടുന്നത്. ആൻഡ് ഓപ്ഷൻസും സെയിം യൂണിറ്റിലാണ്. സോ നമുക്ക് നോക്കാം. 10⁻⁻⁴ ആണ് പവർ അത് വരുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി. അതിൽ 2.88 അപ്രോക്സിമേറ്റ് വാല്യൂ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, 2.88 × 10⁻⁻⁴ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th question. A current of 2 ampere passed for 5 hours through a molten metal salt deposits 22.2 grams of a metal. Atomic weight is 177. The oxidation state of the metal in the metal salt is. So നമുക്കിവിടെ അഗെയിൻ ഫാരഡേസ് ലോ ബേസിലുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ കാണേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ കാണാമെന്ന് പറയുമ്പം അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അഥവാ എന്നിൻ്റെ വാല്യൂ കണ്ടാൽ മതി. നമുക്ക് ആ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് W is equal to MIT by NF. ഓക്കെ, ആൻഡ് തന്നിരിക്കുന്ന ഡാറ്റ മാറ്റി എഴുതാം. യു വിൽ ഹാവ് കറൻറ്റ് I is equal to 2 amperes. ടൈം 5 hours ആണ്. സോ 5 × 60 × 60 seconds ആക്കി എടുക്കണം. ആൻഡ് ദെൻ വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 22.2 grams. ആൻഡ് അറ്റോമിക് വെയിറ്റ് എന്നത് 177 ആണ്. സോ മോളാർ മാസ് വിൽ ബി 177 grams. 177 grams. ആൻഡ് കാണേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാമെന്ന് പറയുമ്പം നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിരിക്കണം കാണുന്നത്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 22.2 is equal to molar mass 177 into current passed is 2 amperes into time is 5 × 60 × 60 seconds divided by number of electrons involved n into Faraday is 96500. So number of involves കിട്ടണമെങ്കിൽ n ഇങ്ങോട്ട് എടുത്തിട്ട് 22.2 നമ്മൾ ഇങ്ങോട്ട് എടുക്കും. ദാറ്റ് ഈസ്
n is equal to 22.2 into ബാക്കി ടേംസ്. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് 3. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് 3 ആണ്. സോ oxidation state of the metal will be +3. Option C is the correct answer. Question number 10. The resistance of 0.01 molar solution of an electrolyte was found to be 210 ohm at 25 degrees Celsius. Calculate the molar conductance of the solution at 25 degrees Celsius. Cell constant is 0.88 centimeter inverse. So, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് മാറ്റി എഴുതാം. ഫസ്റ്റ്ലി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 210 ohm. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോൺസെൻട്രേഷൻ ഇസ് 0.01 മോളാർ. മോളാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ ഓർ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മോളാർന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ വാല്യൂ ഡയറക്റ്റ്ലി എടുത്തിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പോകും. പക്ഷേ നമുക്കറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ യൂണിറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ മീറ്ററിലായിരിക്കും. ഇപ്പോൾ മോളാർ ആണെങ്കിൽ അത് ഡെസിമീറ്ററിലാണ് വരിക. ആൻഡ് മോസ്റ്റ് അതർ യൂണിറ്റ്സ് ഏതർ മീറ്റർ ഓർ സെൻറ്റിമീറ്ററിലായിരിക്കും. സോ അവിടെ നമുക്ക് ചെറിയൊരു കൺവേർഷൻ ആവശ്യമുണ്ട്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ഇൻ ഡെസിമീറ്റർ ടേംസ്. ആൻഡ് ബാക്കിയുള്ളത് സെൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്. സെൽ കോൺസ്റ്റൻറ്റ് ഇസ് G സ്റ്റാർ. G സ്റ്റാർ ഇസ് ഈക്വൽ ടു L/A. അതിൻ്റെ വാല്യൂ തന്നത് 0.88 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് λm. λmൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ λmൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. λm എന്ന് പറയുന്നത് kappa/c ആണ്. ഓർ അതിൻ്റെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. λm can also be equal to kappa into 1000/c. എപ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻ എടുക്കുക എന്നുള്ളത്, എല്ലാം SI യൂണിറ്റിലാണെങ്കിൽ, ദാറ്റ് മീൻസ് എല്ലാം മീറ്റർ ആ ഒരു ടേമിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ. ബട്ട് കോൺസെൻട്രേഷൻ എന്നുള്ളത് മൊളാരിറ്റിയിലും ബാക്കി കാപ്പ ആൻഡ് ലാംഡ എന്നുള്ളത് സെൻറ്റിമീറ്ററിലും ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ഇൻ SI യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ബട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പം കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി ഓർ മോൾ പെർ ഡെസിമീറ്ററിലാവണം. ആൻഡ് λm ആൻഡ് കാപ്പ ഇൻ സെൻറ്റിമീറ്റർ ടേംസിലായിരിക്കണം. സോ ഇത് രണ്ട് ഓർത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഇക്വേഷൻ ഓർത്ത് വെക്കലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ഈസി ആൻഡ് കൂടുതൽ എഫിഷ്യൻറ്റ്. കാരണം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ ഇക്വേഷൻ ആൻഡ് അതിൻ്റെ കണ്ടീഷൻ ഓർത്ത് വെക്കുമ്പം നമുക്ക് ഈസി ആവും. കാരണം ക്വസ്റ്റ്യനിലും അധികം കൺവേർഷനൊന്നും വേണ്ടാതെ ഡയറക്റ്റ്ലി ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ വാല്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി λm കാണണമെങ്കിൽ നമ്മൾ കാപ്പയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് കാപ്പ കോൺസ്റ്റൻറ്റ്, സ്പെസിഫിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 1/r ഇൻറ്റു G സ്റ്റാർ ഓർ സെൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂസ് നമുക്കറിയാം. ദാറ്റ് ഇസ് 1/210 ഇൻറ്റു 0.88. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0042 ആണ്. ആൻഡ് യൂണിറ്റ് വരാം ഓം ഇൻവേഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് നമ്മൾ സീമെൻസിൽ എഴുതും ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് കാപ്പയുടെ വാല്യൂ വരിക. ആൻഡ് λmൻ്റെ വാല്യൂ നമ്മൾ ഏത് യൂണിറ്റിൽ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസിൽ ചെക്ക് ചെയ്യാം. അവിടെ സെൻറ്റിമീറ്റർ ആൻഡ് മീറ്റർ രണ്ട് കേസിലും നമ്മൾ യൂണിറ്റ് കാണുന്നുണ്ട്. സോ നമുക്ക് തൽക്കാലം ഈ ഒരു ഇക്വേഷൻ വെച്ച് പ്രൊസീഡ് ചെയ്യാം. ബിക്കോസ് നമുക്ക് കാപ്പയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് ആൻഡ് കോൺസെൻട്രേഷൻ ഓൾറെഡി മൊളാരിറ്റിയിലാണ്. സോ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് λmൻ്റെ വാല്യൂ ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ കിട്ടും. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഹാവ് λm will be kappa, that is 0.0042 into 1000 divided by concentration is 0.01. So the answer will be 419.04 ആയിരിക്കും ആൻസർ വരാം. ആൻഡ് യൂണിറ്റ് എന്താണെന്ന് നോക്കണം. ദിസ് ഇസ് സീമെൻസ് പെർ സെൻറ്റിമീറ്റർ. സീമെൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇവിടെ യൂണിറ്റ് ഇല്ല. ആൻഡ് ഇവിടുത്തെ യൂണിറ്റ് വരുന്നത് മോൾ പെർ ഡെസിമീറ്റർ ക്യൂബാണ്. സോ നമുക്കറിയാം അങ്ങനെ ആകുമ്പോൾ λmൻ്റെ വാല്യൂ വരെ സെൻറ്റിമീറ്ററിലായിരിക്കും. ദാറ്റ് വിൽ ബി
സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആയിരിക്കും യൂണിറ്റ് വരാം. ഓക്കെ, ആൻഡ് നമ്മൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ 419 എന്ന വാല്യൂവിൽ കൂടെ സെൻറ്റിമീറ്റർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വിച്ച് മീൻസ് നമ്മൾ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യൽ ആവശ്യമാണ്. കൺവേർട്ട് ഇൻ ടു മീറ്റർ സ്ക്വയറിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എങ്ങനെയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ ടു മീറ്റർ സ്ക്വയർ കൺവേർഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ ടു കൺവേർട്ട് ടു മീറ്റർ നമ്മൾ എന്താ ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 ചെയ്യും. സോ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ആണ്. 100 സ്ക്വയർ ഇസ് 10⁴ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ഒരു വാല്യൂവിനെ 10⁴ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മീൻസ് മൾട്ടിപ്ലൈ വിത്ത് 10⁻⁻⁴. സോ ഈ ഒരു വാല്യൂവിന് 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം ഇൻ മീറ്റർ സ്ക്വയർ യൂണിറ്റ്സിൽ കിട്ടും. സോ 419.04 ഇൻറ്റു 10⁻⁻⁴ ആയിരിക്കും ആൻസർ. ഇൻറ്റു 10⁻⁻⁴ സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ. ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പം നമുക്കിതൊന്ന് കൺവേർട്ട് ചെയ്യാനുണ്ട്. 10⁻⁻⁴ മീറ്റർ സ്ക്വയറുള്ള ഓപ്ഷൻസിൽ 10⁻⁻⁴ വരുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വലൻറ്റ് ടു 0.0419 സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ യൂണിറ്റ് തന്നെ ഓപ്ഷൻസിൽ അവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചിലപ്പം 10⁻ പവറിലായിരിക്കില്ല, ഈ ഒരു രീതിക്കായിരിക്കും തരാം ഡെസിമൽ പോയിൻറ്റ്സിൽ. സോ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾസോ ഈ കൺവേർഷൻസ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം നമുക്ക് എപ്പോഴും യൂണിറ്റ് കൺവേർഷൻ ആവശ്യം വരുന്നതാണ്. 11th question. The resistance of 0.5 molar solution of an electrolyte in a cell was found to be 45 ohm. Calculate the molar conductance of the solution if electrodes in the cell are 2.2 cm apart and have an area of 3.8 cm square. തന്നിരിക്കുന്ന ഡാറ്റ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ഫസ്റ്റ്ലി റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 45 ohm ആണ്. ദെൻ കോൺസെൻട്രേഷൻ ഇസ് 0.5 മോളാർ നമുക്ക് 0.5 മോൾ പെർ dm³ ആയിട്ട് എഴുതാം. ദെൻ കാണേണ്ടത് മോളാർ കണ്ടക്റ്റൻസ് ആണ്. അഗെയിൻ λm ആണ് നമ്മൾ കാണേണ്ടത്. ആൻഡ് ഇലക്ട്രോഡ്സിൻ്റെ സെൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് L is 2.2 centimeters and area is 3.8 centimeter square. നമുക്കറിയാം ഈ രണ്ട് ടേംസ് വെച്ച് നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. സെൽ കോൺസ്റ്റൻറ്റ് G* കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോ സിമിലർ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ സിമിലർ ആണിതും. λm കാണാൻ വേണ്ടിയിട്ട് യു വിൽ നീഡ് kappa/c ഓർ λmന് വേണ്ടത് kappa/c × 1000 എന്ന ഇക്വേഷൻ ആയിരിക്കും. അതേതാ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് കാപ്പ കണ്ടുപിടിക്കണം. സോ കാപ്പ കാണാനുള്ള ഇക്വേഷൻ kappa is equal to 1/r into L/A. That is 1/45 into L/A എന്ന് പറയുമ്പോൾ 2.2/3.8. ആൻസർ വരുന്നത് 0.0129 ഓം ഇൻവേഴ്സ് എന്നുള്ളത് സീമെൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് വരാം, സെൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് വരെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, കാരണം ആ യൂണിറ്റ്സ് എല്ലാം സെൻറ്റിമീറ്ററിലായിരുന്നു. പക്ഷേ ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം SI യൂണിറ്റിലാണ്. ദാറ്റ് മീൻസ് എല്ലാം മീറ്റർ സ്ക്വയറിലാണ്. വിച്ച് മീൻസ് നമുക്ക് λmൻ്റെ വാല്യൂ വേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. സോ കാപ്പൻ്റെ വാല്യൂ മീറ്ററിലായിരിക്കണം. ആൻഡ് കോൺസെൻട്രേഷൻ്റെ വാല്യൂ മൊളാരിറ്റി അല്ല, ഇൻസ്റ്റെഡ് അത് മീറ്റർ ക്യൂബിലായിരിക്കണം, പെർ മീറ്റർ ക്യൂബിലായിരിക്കണം കോൺസെൻട്രേഷൻ ടേം വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് നമുക്കിവിടെ കൺവേർഷൻസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ്ലി കാപ്പൻ്റെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാം. പെർ സെൻറ്റിമീറ്റർ ടു പെർ മീറ്റർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ദാറ്റ് ഇസ് സെൻറ്റിമീറ്റർ ടു മീറ്റർ കൺവേർഷൻ ഇസ് ഇൻറ്റു 10⁻². സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 1/cm എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, സോ 1/cm മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1/m. ഓക്കെ, സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അഗെയിൻ
ഇൻറ്റു 10⁻⁻2 ചെയ്താൽ മതി. സോ 1 centimeter is 10⁻⁻2 meter. Okay, so that means centimeter inverse will be ഇത് മുകളിലേക്ക് വരും. സോ 10⁻2 meter inverse. സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ പകരം നമുക്ക് 10⁻2 meter inverse എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് 100 meter inverse. സോ ഈ വാല്യൂ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഹാവ് 1.29 Siemens meter inverse. ഇതായിരിക്കും നമ്മുടെ കാപ്പൻ്റെ വാല്യൂ ഇൻ മീറ്റർ ഇൻവേഴ്സ്. ഞാൻ നമുക്ക് ഒരു കൺവേർഷനും കൂടി ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ടേം. ഇവിടെ ഇപ്പോൾ ഉള്ളത് പെർ DM³ നമ്മളതിനെ പെർ മീറ്റർ³ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഹൗ ടു കൺവേർട്ട് DM³ ടു മീറ്റർ³? അത് നമ്മൾ നെക്സ്റ്റ് കൺവേർഷൻ വരുന്നത്. ദാറ്റ് ഈസ് അഗൈൻ ഇവിടെ DM പെർ മീറ്റർ³ ആണ്. സോ ഫസ്റ്റ്ലി ഡെസിമീറ്റർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻറ്റു 10⁻⁻1 ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ DM ഇൻവേഴ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ദിസ് വിൽ ബി 1/DM. സിമിലർലി മീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/meter ആണ്. ഇങ്ങനെ ഒരു കൺവേർഷൻ നമുക്ക് ആവശ്യം വരാം. 1/decimeter will be 1/. ഡെസിമീറ്ററിന് പകരം നമുക്ക് 10⁻⁻1 meter എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ക്യൂബാണ്. സോ രണ്ട് സൈഡിൽ നമ്മൾ ക്യൂബ് എടുക്കാം. നമുക്ക് ബാക്കി ഉണ്ടാവുക 1/10⁻³ meter³ ആണ്. 10⁻³ meter³. ഇനി meter⁻³ കിട്ടണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ യു വിൽ ഹാവ് 10⁻³ meter⁻³ അപ്പം ഡെസിമീറ്റർ DM⁻³ പകരം നമുക്ക് 10⁻³ ഇൻറ്റു meter⁻³ എന്ന് എഴുതേണ്ടി വരും. വിച്ച് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരും ഇൻറ്റു മോൾ meter⁻³. So the answer will be 50 into 10⁻². That is 5000 mole. This is 5000 mole per meter⁻³. ഓക്കെ, ഇനി നമുക്ക് ലാംഡ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ലാംഡ എം യൂസേഡ് ഇക്വേഷൻ Kappa/C ആണ്. ബിക്കോസ് എല്ലാം SI യൂണിറ്റ്സിലാണ്. ആൻഡ് കാപ്പൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 1.29 Siemens meter inverse ആണ്. ആൻഡ് കോൺസെൻട്രേഷൻ വാസ് 5000 moles per meter⁻³. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 5000 അല്ല, 500 ആണ്. സോ 500 ആണ്. ആൻഡ് ഇവിടെയും 500. ഓക്കെ, ആൻസർ വിൽ ബി 25.8 ഇൻറ്റു 10⁻⁻4. യൂണിറ്റ് വരെ സീമെൻസ്. meter⁻³ മോളിലേക്ക് +3 ആയിട്ട് പോകുമ്പോൾ യു വിൽ ഹാവ് Siemens meter² per mole. നമ്മുടെ യൂണിറ്റും ഓപ്ഷൻ തന്നിരിക്കുന്ന യൂണിറ്റ് ഇത് തന്നെയായിരുന്നു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 25.72 ആണ്. നമുക്ക് നിയറസ്റ്റ് വാല്യൂ നോക്കാം. അതിന് പവർ കമ്പയർ ചെയ്യാം. ദാറ്റ് ഇസ് 10⁻⁻4. ഓപ്ഷൻ ഡി ആണ് 10⁻⁻4. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പം 2 കൺവേർഷൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ്ലി നമ്മൾ കാപ്പ കണ്ടുപിടിച്ച് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ടു മീറ്റർ ഇൻവേഴ്സുള്ള കൺവേർഷൻ, ആൻഡ് ദെൻ ഡെസിമീറ്ററിൻ്റെ കൺവേർഷൻ. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾ മീറ്ററിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഡെസിമൽ പോയിൻറ്റ് 2 യൂണിറ്റ്സ് ബാക്കിലേക്കാണ് പോവുക. സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ മീറ്റർ ഇൻവേഴ്സിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ 2 യൂണിറ്റ്സ് ഫ്രണ്ടിലേക്ക് പോയാൽ മതി. ദാറ്റ് ഇസ് 2 യൂണിറ്റ്സ് ഇങ്ങോട്ട് പോകും. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ. സിമിലർലി ഡെസിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 1 യൂണിറ്റ് ബാക്കോട്ട് പോകും. സോ ഡെസിമീറ്റർ ക്യൂബിന് meter³ ആക്കുമ്പോൾ നമ്മൾ 3 യൂണിറ്റ്സ് ബാക്കോട്ട് പോകും. അതുപോലെ തന്നെ ഇൻവേഴ്സ് ആണെന്നത് ഡെസിമീറ്റർ⁻³ എന്നുള്ളത് meter⁻³ ആക്കുമ്പം ഈ 3 യൂണിറ്റ്സ് നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോവുക. സോ ഇവിടുന്ന് 3 യൂണിറ്റ്സ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ യു ഗെറ്റ് 500. സോ ഇങ്ങനെ ഷോർട്ടിൽ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ഈ ഡെസിമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ ആ ഒരു റിലേഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഏത് പവറിൻ്റെ ടേംസിലാണ് അവർ റിലേറ്റഡ് എന്ന്.
12th question. Arrange the following compounds in the order of increasing conductance. തന്നിരിക്കുന്ന compounds HCl, LiCl, NaCl and KCl. സോ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടക്റ്റൻസ് നോക്കാൻ ഇവിടെ മോളാർ കണ്ടക്റ്റൻസ് ലാംഡ എം ആണ് തന്നിരിക്കുന്നത്. ലാംഡ എം ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ കോമ്പൗണ്ട്സിനും ആനയോൺ എന്നുള്ള പാർട്ട് കോമൺ ആണ്. എല്ലാത്തിൻ്റെയും ആനയോൺ വരുന്നത് ക്ലോറിൻ ആണ്. സോ നമുക്കിനി ഈ കാറ്റിയോൺസിൻ്റെ മാത്രം കണ്ടക്റ്റൻസ് കമ്പയർ ചെയ്താൽ മതി. സോ നമുക്കറിയാവുന്ന കാര്യം ഇതാണ്, കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ലാംഡ എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റി. മൊബിലിറ്റി കൂടുമ്പം കണ്ടക്റ്റൻസ് കൂടും. പക്ഷേ മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. ഓക്കെ, ദാറ്റ് മീൻസ് സൈസ് കൂടുമ്പോൾ മൊബിലിറ്റി കുറയാണ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ വരുത്താൻ പോകുന്ന ഒരു മേജർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന കാറ്റിയോൺസിൻ്റെ സൈസ് ഡയറക്റ്റ്ലി എടുക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ സൊല്യൂഷൻ കണ്ടക്റ്റൻസ് എല്ലാം വരുന്നത് സൊല്യൂഷനിലാണ്. ദാറ്റ് മീൻസ് ഈ കാറ്റിയോൺസ് എല്ലാം തന്നെ സൊല്യൂഷനിലേക്ക് പോകുമ്പം അവർ ഹൈഡ്രേറ്റ് ആവും. വാട്ടർ മോളിക്യൂൾസ് അവരുടെ ചുറ്റും വന്നിട്ട് അവർ ഹൈഡ്രേറ്റ് ആയിട്ട് അവരുടെ സൈസിൽ ഡിഫറൻസ് വരും. തന്നിരിക്കുന്ന 3 കാറ്റിയോൺസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് Na, ലിത്തിയം, സോഡിയം ആൻഡ് പൊട്ടാഷ്യം. ഓക്കെ, ഈ 3 കാറ്റിയോൺസിൽ നോക്കുമ്പം ലിഥിയം ആണ് ഇവിടെ ഏറ്റവും സൈസ് കുറഞ്ഞത്. ലിഥിയം വിൽ ബി ദ സ്മോളസ്റ്റ്. ഓക്കെ, സോ ലിഥിയം വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് സൈസ് കുറവായതുകൊണ്ട് തന്നെ ലിഥിയമാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റ് ആവുക. ഓക്കെ, സ്മോൾ സൈസ് ആകുമ്പം മാക്സിമം ഹൈഡ്രേഷൻ സംഭവിക്കും. സോ സ്മോൾ സൈസ് ഇംപ്ലൈസ് മാക്സിമം ഹൈഡ്രേഷൻ. മാക്സിമം ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ആയിട്ട് ആ ആറ്റത്തിന് ചുറ്റും, സപ്പോസ് ഇതാണ് നമ്മുടെ ലിഥിയം എങ്കിൽ ഈ ലിഥിയത്തിന് ചുറ്റും സൈസ് കുറവായതുകൊണ്ട് തന്നെ മാക്സിമം വാട്ടർ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഓഫ് സോഡിയം കുറച്ചും കൂടി വലുതായതുകൊണ്ട് ആ കേസിൽ വരുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണം സ്പെയർസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് സൈസ് എപ്പോഴാണോ ഏറ്റവും കുറവാവുക അപ്പോഴായിരിക്കും മാക്സിമം ഹൈഡ്രേഷൻ ഉണ്ടാവുക. ആൻഡ് മാക്സിമം ഹൈഡ്രേഷൻ ഉണ്ടാവുമ്പം ഹൈഡ്രേറ്റഡ് കാറ്റിയോണിൻ്റെ സൈസ് കൂടും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ലാർജ് സൈസ് ഫോർ ഹൈഡ്രേറ്റഡ് അയോൺ. ഓക്കെ, സ്മോൾ കാറ്റിയോൺ ആകുമ്പോൾ മാക്സിമം ഹൈഡ്രേഷൻ നടക്കും. ദാറ്റ് മീൻസ് മാക്സിമം വാട്ടർ മോളിക്യൂൾസ് അതിന് ചുറ്റും അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ സൈസ്, ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് വല്ലാണ്ട് കൂടും. സോ സിമിലർലി പൊട്ടാഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ പൊട്ടാഷ്യത്തിന് നമുക്കറിയാം പൊട്ടാഷ്യം സഫീഷ്യൻ്റ്ലി ലാർജ് ആണ്. അപ്പം ലാർജ് ആയിട്ടുള്ളൊരു കാറ്റിയോൺ ആകുമ്പം അവർക്ക് ലെസ് ഹൈഡ്രേഷൻ മാത്രമേ നടക്കുള്ളൂ. ലെസ് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ അവരുടെ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസും സ്മോൾ ആയിരിക്കും. ദാറ്റ് മീൻസ് small size for hydrated ion. So this means that നമ്മളൊരു സൊല്യൂഷനിൽ നോക്കുന്ന സമയത്ത് ഈ കാറ്റിയോൺസിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക ലിഥിയത്തിനായിരിക്കും. ഓക്കെ, ഇൻ സൊല്യൂഷൻ നമ്മൾ Li പ്ലസ് ഹൈഡ്രേറ്റഡ് അയോൺ നോക്കുകയാണെങ്കിൽ ലിഥിയം ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ആൻഡ് സോഡിയം പൊട്ടാഷ്യം വിൽ ബി ദ സ്മോളസ്റ്റ്. ആൻഡ് നമ്മൾ മൊബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് എന്ന് പറയുന്നത് ദിസ് ഈസ് സൈസ് ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺ ആണ്. ഓക്കെ, സൈസ് ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺ ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് അയോണിനായിരിക്കും ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് അയോണിനായിരിക്കും ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉണ്ടാവുക. ദാറ്റ് മീൻസ് പൊട്ടാഷ്യം K+നാണ് മൊബിലിറ്റി മാക്സിമം ഉണ്ടാവുക K+നാണ്. അതുപോലെ തന്നെ ലാംഡ എം വാല്യൂ കണ്ടക്റ്റൻസും ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യത്തിനാണ് ഉണ്ടാവുക. ആൻഡ് ദെൻ സോഡിയം ആൻഡ് ദെൻ ലിഥിയം. ഓക്കെ, പക്ഷേ H+ ആണ് നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് H+ ആണ്. ബട്ട് H+ൽ ഈ ഒരു കൺസിഡറേഷൻ ഇല്ല. ഓഫ് ഓൾ ദ കാറ്റിയോൺസ് H+ ഹാസ് ദ മാക്സിമം മൊബിലിറ്റി. H+ ഇൻ എക്സെപ്ഷണൽ കേസ്.
അപ്പോൾ നമ്മൾ മൊബിലിറ്റിൻ്റെ ഓർഡർ ചെയ്താണെങ്കിൽ H+ ആയിരിക്കും ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ആൻഡ് കണ്ടക്റ്റൻസ് കാണിക്കാം, ബിക്കോസ് അതിനാണ് ഏറ്റവും സൈസ് കുറവുള്ളത്. ദാറ്റ്സ് എൻ എക്സെപ്ഷണൽ കേസ്. നമ്മളിത് നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഹൈഡ്രേറ്റ് അയണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ H+നായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ മൊബിലിറ്റി ഓർ കണ്ടക്റ്റൻസ് ഉണ്ടാവുക കൂട്ടത്തിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള കാറ്റയോൺ ആണ്. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഹൈഡ്രേറ്റഡ് അയോൺ. ദാറ്റ് വിൽ ബി K+, and then Na+, and then Li+. സോ ഈ ഒരു ഓർഡർ വരുന്നത് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷൻ ഒന്ന് എഴുതാം. ദാറ്റ് വിൽ ബി മോളാർ കണ്ടക്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റി. Mobility is inversely proportional to size of hydrated ion. And size of hydrated ion എന്ന് പറയുന്നത് that is inversely proportional to actual size. So this will be directly proportional to actual size. കാരണം ആക്ച്വൽ സൈസും കുറയുമ്പോഴാണ് ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കൂടുക. സോ അവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷനിലാണ്. അതുപോലെ മൊബിലിറ്റി ആൻഡ് ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസും ഇൻവേഴ്സ് റിലേഷനാണ്. ദാറ്റ് മീൻസ് ഇവർ രണ്ടുപേരും ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കണം ആക്ച്വൽ സൈസ്. സോ ഇതാണ് നമ്മൾ ഇവിടെ കൺക്ലൂഷനായിട്ട് എടുക്കുന്നത്. ഈ കാര്യം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. 13th question. Consider the following statements. Select the incorrect statement. So, specific conductance increases with increase in dilution. So, what is specific conductance? Specific conductance is kappa, and kappa increases with increase in dilution എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാപ്പൻ്റെ ഡെഫിനിഷൻ എന്താണ്? കാപ്പ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് അയോൺസ് ഉണ്ടാവും. ഇതിൽ പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് മീൻസ് നമ്മളൊരു പെർ യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുമ്പം ഇവിടെയുള്ള അയോൺസ് കൊണ്ടുള്ള കണ്ടക്റ്റൻസ് ആയിരിക്കും സ്പെസിഫിക് കണ്ടക്റ്റൻസ് കാപ്പ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിതിന് ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിന് ഒക്കെ പകരം അവിടെ വാട്ടർ മോളിക്യൂൾസ് വരും. ഓക്കെ, നമ്മുടെ മെയിൻ അയോൺ മോളിക്യൂൾസിന് പകരം അവിടെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് വരും. സോ ആ സമയത്ത് നമ്മൾ അഗെയിൻ സ്പെസിഫിക് കണ്ടക്റ്റൻസ് പറയുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് വോളിയം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ ആ പെർ യൂണിറ്റ് വോളിയം എടുക്കുമ്പം അവിടെ ഇപ്പം നമ്മുടെ അയോൺസിനെ വാട്ടർ മോളിക്യൂൾസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു യൂണിറ്റ് വോളിയത്തിൽ നമ്മുടെ നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞിട്ടുണ്ട്. അയോൺസിൻ്റെ നമ്പർ ഡിക്രീസ് പെർ യൂണിറ്റ് വോളിയം. അതുകൊണ്ട് തന്നെ കാപ്പ വിൽ ഡിക്രീസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഡൈല്യൂഷൻ കൂടുന്ന സമയത്ത് കാപ്പൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്നത് ഇൻക്രീസസ് ഓൺ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ ഓപ്ഷൻ, ഇത് തെറ്റാണ്. കാപ്പ വാല്യൂ ഡിക്രീസസ് വെൻ ഡൈല്യൂഷൻ ഇൻക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ബി. ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. സോ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ? ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. അതിൻ്റെ ആൽഫേൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, റൂട്ട് ഓഫ് K by C. That means alpha is inversely proportional to root of concentration, which means concentration കൂടുന്ന സമയത്ത് ആൽഫ കുറയും. Okay, so degree of ionization of weak electrolytes increases with increase in concentration of electrolyte. Again ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, നൗ മോളാർ കണ്ടക്ടിവിറ്റി always increases with decrease in concentration both for weak and strong electrolyte. So nextly നമുക്ക് what is molar conductivity നോക്കാം. that is lambda m. lambda m ന്റെ ഡെഫിനിഷൻ ഇതാണ്, conductivity of 1 mole of so 1 mole of electrolyteൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പോലെ നമുക്കൊരു സിസ്റ്റം വരച്ച് നോക്കാം. ഇത് നമുക്ക് ഒരുപാട് അയോൺസ് ഉണ്ട് ഇനീഷ്യലി. സോ 1 mole of അയോൺസിനെ എടുത്തു കഴിയുമ്പം അതിൻ്റെ കണ്ടക്ടിവിറ്റി ആയിരിക്കും ലാംഡ എം.
പക്ഷെ സപ്പോസ് നമ്മളിതിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓൺ ഡൈല്യൂഷൻ നേരത്തെ കണ്ട പോലെ ഒരുപാട് വാട്ടർ മോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ വരും. ഓക്കെ, പക്ഷേ കാപ്പയുടെ കേസ് പോലെ നമ്മൾ പെർ യൂണിറ്റ് പോലെയല്ല, ഇൻസ്റ്റെഡ് 1 mole ഓഫ് അയോൺസ് കിട്ടുന്ന ആ ഒരു ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്യും. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഈ ഒരു ചെറിയ ഏരിയയിൽ നമുക്ക് 1 mole ഓഫ് സബ്സ്റ്റൻസ് കിട്ടി. പക്ഷേ ഇപ്പം വാട്ടർ മോളിക്യൂൾസും കൂടി ഉള്ളതുകൊണ്ട് ആ 1 mole ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ലാർജ് ഏരിയ എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോഴാണ് 1 mole ഫുൾ ആവുക. ദിസ് ഇസ് ഓൾസോ 1 mole ആൻഡ് ദിസ് ഇസ് ഓൾസോ 1 mole ഓഫ് അയോൺസ്. 1 mole of ion and this is 1 mole of ion with some water. That means നമുക്ക് ഉള്ള അയോൺസിൻ്റെ കൂടുതൽ സ്പേസിൽ അവർക്ക് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് അവരുടെ മൊബിലിറ്റി ഇൻക്രീസ് ആവാണ് ഓൺ ഡൈല്യൂഷൻ. ദെയർ മൊബിലിറ്റി ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം നമുക്കറിയാം കണ്ടക്റ്റൻസും ഇൻക്രീസ് ചെയ്യും. സോ ലാംഡ എം ഇൻക്രീസസ് ഓൺ ഇൻക്രീസിങ് ഡൈല്യൂഷൻ ഫോർ ബോത്ത് വീക്ക് ആൻഡ് സ്ട്രോങ്. വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണ് ഇലക്ട്രോലൈറ്റിന് സെയിം കേസാണ് സംഭവിക്കുക. സോ ലാംഡ ഇൻക്രീസസ് ഓൺ ഇൻക്രീസിങ് ഡൈല്യൂഷൻ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. Fourth statement, ratio of equivalent conductivity at any dilution to equivalent conductivity at infinite dilution is called degree of dissociation of solute. So degree of dissociation alpha, നമുക്കറിയാം ആൽഫൻ്റെ ഒരു ഇക്വേഷൻ ആണിത്, ലാംഡ എം ബൈ ലാംഡ 0m. ദാറ്റ് ഇസ് ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ മോളാർ കണ്ടക്ടിവിറ്റി വെച്ച് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റിനെയും മോളാർ കണ്ടക്ടിവിറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു Z ഇൻറ്റു ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റി. സോ ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിന് പകരം യു ക്യാൻ റൈറ്റ് Z ഇൻറ്റു ലാംഡ ഇക്വാലൻറ്റ് ബൈ Z ഇൻറ്റു ലാംഡ 0 ഇക്വാലൻറ്റ്. സോ ഇത് രണ്ടും കട്ടായി പോവും ആൻഡ് നമുക്ക് കിട്ടും ദ റേഷ്യോ ഓഫ് ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റി അറ്റ് എനി ഡൈല്യൂഷൻ ടു ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ഇസ് ആക്ച്വലി ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡിയും കറക്റ്റാണ്. ആൻഡ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. സോ ഇത് രണ്ടും ഇൻകറക്റ്റ് ആണ് ആൻഡ് ഇത് രണ്ടും കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ആണ്. Answer is option A and option B. 14th question. Calculate the ionic strength of 0.01 molar Na2SO4 solution. അയോണിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അയോണിക് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അയോണിക് സ്ട്രെങ്ത് I is equal to half into sum of MiZi സ്ക്വയർ എന്നാണ്. ഇതിൽ ടേംസ് MI എന്ന് പറയുന്നത് മൊളാരിറ്റി ഓഫ് ith സ്പീഷീസ് ആണ്. ഏതൊരു സ്പീഷീസ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ സ്പീഷീസിൻ്റെ മൊളാരിറ്റിയാണ് MI എന്ന് പറയുന്നത്. ആൻഡ് ZI എന്ന് പറയുന്നത് ചാർജ് ഓൺ ith സ്പീഷീസ് ആണ്. കൺസിഡർ ചെയ്യുന്ന സ്പീഷീസിൻ്റെ മുകളിലുള്ള ചാർജ് ആയിരിക്കും ചാർജ് ഓഫ് ith സ്പീഷീസ്. നമ്മൾ തന്നിരിക്കുന്ന അയോൺ ഏതാണ്? ദാറ്റ് ഇസ് Na2SO4 ആണ്. Na2SO4 എന്ന് പറയുന്നത് ആക്ച്വലി 2Na പ്ലസ് SO4 2- ആണ്. ആൻഡ് കോൺസെൻട്രേഷൻ എന്താണ്? 0.01 മോളാർ ആണ് കോൺസെൻട്രേഷൻ. 0.01 മോളാർ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് 1 mole ഓഫ് Na2SO4 2 moles ഓഫ് Na+നെ തരും. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഡബിൾ എമൗണ്ട് ഓഫ് Na+നെ തരും. അതാകുമ്പം 0.01 മോളാർ Na2SO4 ഉണ്ടെങ്കിൽ ഇൻറ്റു 2 ദാറ്റ് ഇസ് 0.02 മോളാർ Na+ ഫോം ചെയ്യും. ആൻഡ് ദ സെയിം എമൗണ്ട് 0.01 മോളാർ SO4 2- ഫോം ചെയ്യും. ദാറ്റ് ഇസ് സ്റ്റോഷിയോമെട്രിയുടെ ഡിഫറൻസ് കൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ എടുത്തത്. ഓക്കെ, നൗ നമുക്കിത് എഴുതി നോക്കാം. Ionic strength will be equal to half into molarity of concentration of Na plus into charge on Na plus, that is charge on Na plus
the whole square plus molarity of SO4 2 minus into charge on SO4 2 minus the whole square. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മൊളാരിറ്റി ഓഫ് Na പ്ലസ് നമ്മൾ കണ്ടുപിടിച്ചു 0.02 ആണ്. ഇൻറ്റു ചാർജ് ഓൺ Na പ്ലസ് എത്രയാണ്? ദാറ്റ്സ് പ്ലസ് 1 ആയതുകൊണ്ട് ഇറ്റ് ഈസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1 പ്ലസ് molarity of SO4 2 minus is 0.01 into charge on sulfate, it is 2 into square 4. So ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 0.02 plus 0.04 which is 0.06 by 2, that is 0.03. So 0.03 ആണ് ഇവിടെ അയണിക് സ്ട്രെങ്ത് ആയിട്ട് വരിക, ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. അയണിക് സ്ട്രെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് കോൺസെൻട്രേഷൻ നമ്മൾ ഏത് കോമ്പൗണ്ട് ആണോ കിട്ടിയത് അതിൻ്റെ അയോൺസ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം, ആൻഡ് ദെൻ അതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കണം. സോ ആ ക്വസ്റ്റ്യൻക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം.